Hi friends, welcome to our YouTube channel. അപ്പോൾ ഇത് ജോളിവുഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കണ്ട പോലെ നമ്മൾ കുറച്ച് ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഒരു കാഫറ്റേരിയ ഏരിയ തന്നെയുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നോർത്ത് ഇന്ത്യൻ ഓപ്ഷൻസ് ആണ്. നമ്മുടെ ചന ഭട്ടൂര, പറാട്ട, പാനിപൂരി അതൊക്കെയാണ് ഫസ്റ്റ് ഷോപ്പിലുള്ളത്. സെക്കൻഡ് ദ ബേക്ക് ഹൗസ്, കേക്ക്സ്, സാൻഡ്വിച്ചസ്, പപ്സ് ആ ഓപ്ഷൻസൊക്കെയാണ് സെക്കൻഡുള്ളത്. തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, കോക്ക് അങ്ങനത്തെ ഓപ്ഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് കുൻഫു ചൈനീസാണ്. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് താലിയായിട്ട് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചാബിയിൽ വെജ്, നോൺ വെജ്, ബട്ടർ ചിക്കൻ ഒക്കെ ആയിട്ടുള്ള ഒരു താലി, അതും വെജും നോൺ വെജും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യൻ നോർമൽ വെജ്, നോൺ വെജ് മീൽസ്. ഇത് കൂടാതെ തന്നെ അതർ സൈഡിലായിട്ട് നമ്മളിന് കാണിക്കുന്നുണ്ട് ബുഫേ ഓപ്ഷനും ഉണ്ട്. അപ്പം ഈ ബുഫേ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് പേ ചെയ്തിട്ട് വരാം. അവിടെ തന്നെ പേ ചെയ്തും കഴിക്കാം. പിന്നെ എല്ലാ പേയ്മെൻറ്റും നമ്മൾ ഈ ഒരു കൗണ്ടറിലാണ് ചെയ്യുന്നത്. ഇവിടെ പേ ചെയ്തിട്ടാണ് നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ പോയി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് പോലെയായിരുന്നു ഈ കാഫറ്റേരിയ ഏരിയ. അപ്പോൾ എല്ലാ ഗെയിംസും ആക്ടിവിറ്റി സെൻറ്ററിലും എല്ലാം വന്നിട്ട് ഒരു സൈഡിലായിട്ട് ഫുഡിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബ്ലോക്കാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേറെ പ്ലേ ഏരിയാസൊക്കെ കാണാം. പക്ഷെ നല്ല ലാവിഷായിട്ട് സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരു കോർണറിലൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഫുഡിന് വേണ്ടി കാഫറ്റേരിയയ്ക്ക് മാത്രം വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബുഫേ ഓപ്ഷൻ. ഇവിടെ പോയാണ് നമ്മൾ ബുഫേ കഴിക്കുന്നത്. പക്ഷേ മറ്റേ ഓപ്ഷൻ തന്നെ നമുക്ക് വെർത്തായിട്ട് തോന്നി. ബുഫേയുടെ ആവശ്യമില്ല. എല്ലാം ഇത്തിരി ക്വാണ്ടിറ്റിയും കൂടുതലുണ്ട്. പ്രൈസും ബുഫേക്കാൾ കുറവാണ്. ബുഫയ്ക്ക് 350 ആയിരുന്നു പെർ പ്ലേറ്റ്. അപ്പോൾ അതിനെക്കാട്ടി നമ്മൾ ഇൻഡിവിജ്വൽ എടുത്തപ്പോൾ പ്രൈസ് ലെസ്സാണ് വന്നത്, സെപ്പറേറ്റ് പ്ലേറ്റ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതായിരുന്നു നമ്മുടെ ഒരു തിയേറ്റർ. ഇത് ഓപ്പൺ അല്ല, ഇത് സ്കെയറി തിയേറ്ററാണ്. അത് ഹോണ്ടഡ് തിയേറ്റർ. യെസ്, ഇറ്റ് കമ്മിങ് സൂൺ ആണ്. അപ്പോൾ അതിന് അവർ തുറക്കാൻ പോകുന്ന ഓപ്ഷൻസാണ്. ഇതുപോലെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് 3-4 ഓപ്ഷൻസ് അവർ കാണിച്ചിട്ടുണ്ട്. അതിന് സ്ഥലം എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇനി പോകുമ്പം കാണാം. ഇതൊക്കെയാണ് കമ്മിങ് സൂൺ അവിടെയുള്ള ഗെയിംസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലേ ഏരിയയിൽ പോയിട്ട് മറ്റേ സ്കൈ ആക്ടിവിറ്റിയിലോട്ടാണ് പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാം. അങ്ങനെ ലഞ്ചും ഈ അതർ ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 4:30 PM ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വാട്ടർ ആക്ടിവിറ്റീസിലോട്ട് പോയത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ബീച്ച് പോലുള്ള അറ്റ്മോസ്ഫിയർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരു സൈഡിലായിട്ട് റെയിൻ ഡാൻസും മറ്റേ സൈഡിലായിട്ട് നമ്മുടെ വേവ് പൂളും ആയിരുന്നു ഉള്ളത്. പിന്നെ അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി കാണുന്ന പോലെ അതിൽ ഇൻട്രസ്റ്റഡ് ഇല്ലാത്തവർക്ക് ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ളൊരു ബീച്ചിലിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഹട്ടുകൾ പോലെ ഒരു ഇരിപ്പിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ വാട്ടർ പൂളിലാണ് പോയത്. വേവ് പൂളിൽ നല്ല രസമായിരുന്നു. അവിടെ ഇങ്ങനെ ഇരുന്ന് സമയം പോകാൻ കുറേ സമയം നമ്മൾ വാട്ടറിൽ ആക്ടിവിറ്റിയിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ കിഡ്സിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ആ വേവ് പൂള് കണ്ടു. പിന്നെ ഓപ്പോസിറ്റ് ഒരു റെയിൻ ഡാൻസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇത് തേർഡ് ഉള്ളതാണ് ഈ കാണുന്ന വലിയ ഇത്. ഇവിടെ സ്മോൾ റൈഡ്സ് ആണുള്ളത്. സ്ലൈഡൊക്കെ തന്നെ സ്മോളാണ്, മെയിൻലി ഫോർ കിഡ്സാണ്. പിന്നെ ഈ കാണുന്ന ബാരലിൽ ഇങ്ങനെ വാട്ടർ ഫില്ലായിട്ട് അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു മഴ പോലെ നടക്കുമ്പോൾ ഇങ്ങനെ തലയിൽ കൂടെ വെള്ളം വീഴും. അങ്ങനെ ആകെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് മറ്റേ 4th ഓപ്ഷൻ. ഇതെന്ന് വെച്ചാൽ വലിയ സ്ലൈഡുകളാണ്. ഇത് വലിയ അഡൽട്ട്സിനും പിന്നെ കിഡ്സിന് വേണ്ടി 2 കുഞ്ഞിതും ഉണ്ട്. ഇവിടെ 1 2 3 4 5 ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതും പ്ലേ ചെയ്തു. പിന്നെ നമുക്കിത് കുറച്ച് കാണാം.
വാട്ടർ ആക്ടിവിറ്റീസിന് നൈലോൺ ഡ്രസ്സ് കമ്പൽസറി ആണ്. അപ്പം നമ്മൾ ക്യാരി ചെയ്തില്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷെ അതുണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അപ്പം നമ്മൾ വാട്ടർ ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 6 o'clock ആയി. അതുകൊണ്ട് നമ്മൾ നേരെ പിന്നെ മിനിയേച്ചർ സിറ്റി എന്ന് പറഞ്ഞ് ഇത് കാണാനാണ് പോയത്. പക്ഷേ ഈ സമയം 5:30 ഒരു തിയേറ്ററിൽ 100 Years of Indian Cinemas എന്ന് പറഞ്ഞൊരു ഒരു മൂവി റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ മിസ്സായി, അത് കാണാൻ പോയില്ല. ഇനി നമുക്ക് മിനിയേച്ചർ സിറ്റിയിലെ വിശേഷം കാണാം. അപ്പോൾ ഇപ്പം നമ്മൾ ജോളിവുഡിൻ്റെ അകത്താണ്. ഇപ്പോൾ 6 o'clock കഴിഞ്ഞു. അപ്പോൾ ഇതൊരു മിനിയേച്ചർ സിറ്റി എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പാണ്. ഇവിടെ കുറേ വണ്ടേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചൈന പോലൊരു ചൈന വോളില്ലേ, അതുപോലൊരു വോളാണ് ഇതിൻ്റെ ഒരു ബോർഡറിൽ വെച്ച് ഇങ്ങനെ പുറകിൽ കാണാം. പിന്നെ നമ്മുടെ ഈജിപ്തിലെ പിരമിഡ് അതിൻ്റെ ഒരു മോഡൽ ഉണ്ട് എൻ്റെ പുറകിലത്. ഈജിപ്തിൻ്റെ പിരമിഡിൻ്റെ മോഡലാണ് ഇത്. പിന്നെ അങ്ങനെ ഓരോരോ ഈഫൽ ടവർ ഉണ്ട്. അതിൻ്റെ ഈഫൽ ടവർ സെറ്റപ്പ്, അങ്ങനെ കുറേ വണ്ടേഴ്സ് എല്ലാം ചേർന്നുള്ള ഒരു സിറ്റിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലൊരു മിനിയേച്ചർ സിറ്റി. ഇതാണ് ഇത് അറ്റത്താണ് കേട്ടോ. ഇത് ഏറ്റവും ജോളിവുഡിലെ ഏറ്റവും അറ്റത്തുള്ള ഒരു ആണ് മിനിയേച്ചർ സിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ആ സ്ട്രക്ചറിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഇത് സ്ട്രെയിറ്റ് നടന്ന് നമ്മുടെ മിനിയേച്ചർ സിറ്റിയുടെ എൻട്രൻസിൻ്റെ അവിടെ കൂടെ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കിയാൽ നമുക്ക് മിനിയേച്ചർ സിറ്റി കാണാം. റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഔട്ട് സൈഡ് റോഡാണ് കാണുന്നത്. അത് നമ്മുടെ ബൗണ്ടറി, ഈ ജോളിവുഡിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ടാണ് ഈ മിനിയേച്ചർ സിറ്റിയും ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയും വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം സ്പെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് 7 hours ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഡെയിലി ഇവിടെ ഒരു ഡാൻസ് ആക്ടിവിറ്റി ഉണ്ട്. അത് ഇവർ തന്നെ ജോളിവുഡിലെ തന്നെ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൗണ്ടൻ, മ്യൂസിക്കൽ ഫൗണ്ടൻ, ഇത് രണ്ടുമാണ് ഇവിടുത്തെ ക്ലോസിങ് സെറിമണീസ്. അപ്പം നമ്മൾ നേരെ ഡാൻസ് January 26th റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് ഇതൊരു പാട്രിയോട്ടിക് ഡാൻസ് ആയത്. അല്ലെങ്കിൽ ഓരോ ദിവസത്തെ വല്ല വിശേഷം അനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ നോർമൽ ഡാൻസുകളാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. വേറൊരു പോയിന്റ്, ഈ ഡാൻസ് നടക്കുമ്പോൾ 2 സൈഡിലും സ്മോൾ ഷോപ്സ് ഉണ്ട്. അവിടെ നമുക്ക് സ്നാക്സ്, ടീ, ഐസ്ക്രീം, പോപ്കോൺ അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ട് വാങ്ങിച്ച് കഴിക്കാൻ. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരുന്നാണ് നമ്മൾ ഈ ഡാൻസ് ഫോം കാണുന്നത്.
അങ്ങനെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ആ എൻട്രൻസിൽ ആദ്യം നമ്മൾ കണ്ടല്ലോ ആ ഒരു ആംഫി തിയേറ്ററിൻ്റെ അവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ആ സ്റ്റെപ്സിലൊക്കെ ഇരുന്ന് മ്യൂസിക്കൽ ഫൗണ്ടൻ സ്റ്റാർട്ടായി. മ്യൂസിക്കൽ ഫൗണ്ടൻ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ചില ഓഡിയൻസ് ചിലർ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ കാർ എടുത്ത് വരാൻ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ലേസർ ഷോ ആൻഡ് മ്യൂസിക്കൽ ഫൗണ്ടൻ അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോകാൻ വെർത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ ടോട്ടലി വെർത്താന്ന് പറയും. 1 ഡേ നമ്മൾ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ഞാൻ ജോളിവുഡ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ജോളിവുഡ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അഡൾട്ട്സിന്റെ എൻട്രി ടിക്കറ്റ് 1400 ആണ് ഇൻക്ലൂഡിംഗ് ടാക്സ്. കിഡ്സിന്റെ 940 ആണ് ഇൻക്ലൂഡിംഗ് ടാക്സ്. പിന്നെ കാർ പാർക്കിങ്ങിനൊന്നും വേറെ എക്സ്പെൻസ് വേറെ ഒന്നും കാശ് കൊടുക്കണ്ട. ഫുഡ് മാത്രം നമുക്ക് അവിടെ എക്സ്ട്രാ പേ ചെയ്യണം. നിങ്ങൾ കണ്ട പോലെ അങ്ങനെ ഓരോ ഹോട്ടലിൽ നമ്മൾ എന്താണോ വാങ്ങിക്കുന്നത് അതനുസരിച്ച് പേ ചെയ്യണം. ശരി, അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.